കുറച്ച് ദിവസം മുന്നേ നാട് മുഴുവൻ നടങ്ങിയിട്ടുള്ള ഒരു സംഭവമാണ് നെയ്യാറ്റിൻകര ഗോപൻ എന്ന് പറയുന്ന സ്വാമിയുടെ സമാധി. അപ്പോൾ സാധാരണ രീതിയിൽ കുറേ വർഷങ്ങൾക്ക് മുന്നേ ആചാര്യന്മാരും അതുപോലെ തന്നെ പ്രഗത്ഭരും പണ്ഡിതന്മാരൊക്കെയാണ് ഈ ഒരു ആചാരങ്ങൾ കൈനീട്ടി കൊണ്ടുപോകാറുള്ളത്. ഇപ്പോൾ പുതിയൊരു തലമുറകൾക്കിടയിൽ ഇങ്ങനത്തെ സംഭവങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ അടുത്തായിട്ട് എടുത്തു പറയാൻ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ എടുത്തറിഞ്ഞിട്ടുള്ള ഒരു സംഭവം ഇത് തന്നെയാണ്, നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ സമാധി. അപ്പോൾ അതിൽ കുറേ ഇൻ്റർവ്യൂകൾ ചാനലുകൾ നടത്തിയപ്പോൾ അതായത് അച്ഛൻ മരിച്ചത് അല്ലെങ്കിൽ അവരുടെ മകൻ അച്ഛനെ കുറിച്ച് പറഞ്ഞതും അമ്മ മകനെ ആ ഒരു ഭർത്താവിനെ കുറിച്ച് പറഞ്ഞതൊക്കെ മൊത്തത്തിലൊരു ഫേക്ക് പോലെ തോന്നി. അതിനനുസരിച്ച് തന്നെ ഒരുപാട് ട്രോളുകളും വീഡിയോകളുമായിട്ട് ഒരുപാട് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ട് ആരെയും അറിയിക്കാതെ ഒരു സമാധി ചെയ്തതിൽ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ട് സ്ലാബ് പൊളിച്ച് ഒരു പോസ്റ്റ്മോർട്ടമൊക്കെ നടത്തി. ഇപ്പോൾ ഒരു സ്വാഭാവിക മരണമാണ് എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തെളിഞ്ഞിരിക്കുന്നത്. മറ്റുള്ള വിഷം അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെന്നുണ്ടെങ്കിൽ മറ്റുള്ള ശരീരത്തിലെ ആന്തരിക അവയവങ്ങൾക്കൊക്കെ അത് സംഭവിക്കണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് സംഭവിക്കണം എന്നുള്ളതാണ്. പക്ഷേ കൂടുതൽ റിപ്പോർട്ട്, അതായത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലേക്ക് കൂടുതലേക്ക് കടക്കാൻ ഇനി വലിയ ലാബുകളിലേക്കൊക്കെ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഏതൊക്കെ ലാബിൽ കൊണ്ടുപോയാലും എവിടെയൊക്കെ പോയാലും കുറച്ച് ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു അതിലെന്തോ ഒരു സത്യാവസ്ഥയുണ്ട്. അദ്ദേഹം മരണപ്പെട്ട് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് അവിടെ മറവ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ കുറച്ച് തെളിഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ അവർ മക്കളും അതുപോലെ അമ്മയും എല്ലാവരും കൂടിയിട്ട് വേറെ വല്ല കേസ് കൊടുത്തു കഴിഞ്ഞാൽ, പിന്നെ ഇത് ഗവൺമെൻറ് നടപടി ആയതുകൊണ്ട്, അതായത് ഇങ്ങനെ ഒരു അവിടെ തെളിയിക്കണം എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു തീരുമാനമായതുകൊണ്ട് ആർക്കെതിരെ ഇനിയിപ്പോൾ കേസ് കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ആ കേസൊന്നും ചിലപ്പോൾ നിലവിൽ വരാൻ സാധ്യതയില്ല. അമ്മയ്ക്കും മകനും ഇനിയുള്ള കാലം ഇനി ബിസിനസ്സായിട്ടാണെങ്കിലും കച്ചവടമായിട്ടാണെങ്കിലും ആ ഒരു അച്ഛൻ്റെ സമാധി വെച്ചിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. കൂടുതൽ സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാനും കൈവരിക്കാനും സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബാക്കിയുള്ള ഒരു റിസൾട്ട് എന്നുള്ളത്. ഏറ്റവും വലിയൊരു ലാബ് റിസൾട്ട് അതായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നെയ്യാറ്റിൻകര ഗോപൻ എന്ന് പറയുന്ന ചാപ്റ്റർ ഏകദേശം ഇനിയിപ്പോൾ 2 ദിവസം കൊണ്ട് ക്ലോസ് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം സോഷ്യൽ മീഡിയ പരമാവധി എടുത്ത് ആഘോഷിച്ചു. ഇപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് ഇന്നിപ്പോൾ ഗംഭീര ആളുകൾ അവിടെ വന്നിട്ടുണ്ടാവും. പോസ്റ്റ്മോർട്ടത്തിൻ്റെ ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമല്ല, ആ ഒരു സ്ലാബ് പൊളിക്കുമ്പോൾ അവിടെ കാണാനൊക്കെ ഇനി സന്ദർശകർ കൂടും. ഈ ഒരു സമാധി ചെയ്തിട്ടുള്ള ആ ഒരു ഇത് കാണാൻ അവിടെ സന്ദർശകർ കൂടാൻ ഒരുപാട് ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്.